വാ വന്ന് ഇരിക്കുന്നേ. എന്തിനാ സൗണ്ട് ഉണ്ടാക്കിയേ? മുകളിലെ സൗണ്ട് കേട്ടിട്ട് എന്റെ ചേച്ചിക്ക് സംശയം തോന്നിട്ടുണ്ട്. ഞാനോ? മോളിലോ? ഞാൻ ആദ്യം മുതൽ ഇവിടെ തന്നെയാ ഉള്ളത്. അപ്പൊ മുകളില് ആര് സൗണ്ട് ഉണ്ടാക്കിയത്? ആർക്കറിയാ? അത് നിന്റെ ചേച്ചിയല്ലേ? നീ ഇവിടെ ഇരിക്കി. ഞാൻ പറയുന്നവരും പുറത്തേക്ക് വരരുത്, മനസ്സിലായോ? നീ ഇവിടെ തന്നെ ഇരിക്കണം, ഓക്കേ? അനു, നീ പറഞ്ഞ പോലെ വെജിറ്റബിൾസ് കട്ട് ചെയ്തു. നീ വന്ന് ഭക്ഷണം ഉണ്ടാക്ക്. അയ്യോ, ഇവളകത്തേക്ക് പോവാണല്ലോ. അവൻ അവിടെ ഉണ്ടല്ലോ. നീ അത് പുറത്തേക്ക് വാ. എന്താ പറയുന്ന കേക്ക്? നന്ദിനി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താ പറ്റി? വെജിറ്റബിൾസ് കട്ട് ചെയ്തു. നീ വന്ന് ഫുഡ് ഉണ്ടാക്ക്. നിക്കാനല്ലേ പറഞ്ഞത്? എനിക്ക് വിശക്കുന്നു. വേഗം വന്ന് ഫുഡ് ഉണ്ടാക്ക്. ഞാൻ നിന്നോട് മതിയാക്കാൻ പറഞ്ഞതല്ലേ? ഒരു മിനിറ്റ് നിക്ക്. ഡ്രസ് മാറ്റിട്ട് ഉടനെ വരാം. വാ വാ വാ, നീ വാ. വേഗം വന്ന് ഫുഡ് ഉണ്ടാക്ക്. എനിക്ക് വിശക്കുന്നു. ഓക്കേ. എന്ത് സൗണ്ടാ അത്? ചേച്ചി, എന്താ ചെയ്തോണ്ടിരിക്കുന്ന നീ? നിനക്ക് കുറച്ചെങ്കിലും വിവരമുണ്ടോ? ചേച്ചി വാ. ചേച്ചി, ചേച്ചി, വാ. ചേച്ചി വേണ്ട ചേച്ചി. ഈ കാര്യം അച്ഛൻ അറിഞ്ഞുണ്ടല്ലോ. എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് അറിയാലോ. ചേച്ചി വേണ്ട ചേച്ചി. ഒന്നും നടന്നിട്ടില്ല. പ്ലീസ് ഒന്ന് മനസ്സിലാക്കൂ. നീ ആദ്യം പുറത്തേക്ക് വാ. വാ. ഓക്കേ, ഒരു മിനിറ്റ്. പുറത്തേക്ക് വരാനല്ലേ പറഞ്ഞത്? 2 മിനിറ്റ് നിനക്ക് തരും. ഇല്ലെങ്കിൽ വളരെ വലിയ പ്രശ്നമാവും. എന്താ മനസ്സിലായോ? ഒരു മിനിറ്റ്. ഒരു മിനിറ്റിൽ വരണം ചേച്ചി. എന്റെ ചേച്ചി എന്താ ഒന്നും മനസ്സിലാക്കാത്തെ? ഇത്രയും പറഞ്ഞിട്ട് എന്റെ ചേച്ചിക്ക് മനസ്സിലായില്ലല്ലോ. ആലോചിക്കേ, ചേച്ചി എന്റെ ബോയ് ഫ്രണ്ടിനെ ട്രാപ്പ് ചെയ്യാണോ? അനു, അനു, എന്താ? എന്റെ സീനിന്റെ മുമ്പിൽ വെച്ച് എന്തിന്റെ ഷോ കാണിക്കുന്നേ? അതെ, നീ തന്നെ. നീയാണ്. സീനു ആരാ? നിനക്കറിയില്ലേ? അറിയില്ലേ? അറിയില്ല? കണ്ടില്ലേ? നീ കണ്ടില്ലേ? ആക്ച്വലി എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അനു, നിനക്ക് എന്നെ പറ്റി അറിയില്ല. ഹീസ് മൈ പ്രോപ്പർട്ടി, ഓക്കേ? അവൻ എന്റെയാണ്. ആക്ച്വലി സീനു ആരെന്നെ അറിയാത്തപ്പോ നിങ്ങൾ തമ്മിൽ എന്താ റിലേഷൻ എനിക്ക് എങ്ങനെ അറിയാനാ? നിന്റെ അഭിനയം ഒന്ന് നിർത്ത്. നിനക്ക് അവനെ അറിയില്ലെന്ന് കള്ളം പറയില്ലേ? സീനു ആരാണ്? നിന്റെ ഗോൾ എന്താന്ന് പറയാ ആദ്യം. നീ എല്ലാം കണ്ടിട്ട് എന്റെ അടുത്ത് അഭിനയിക്കുന്നോ? നിനക്കെന്താ വട്ട് പിടിച്ചോ? ഇനിയൊരു പ്രാവശ്യം ഇങ്ങനെ നടന്നാ ഞാൻ നിന്നെ വെറുതെ വിടില്ല. Go to hell. Go. You go to hell. നിന്നെ ഞാൻ ശരിയാക്കി തരാം. പോയിക്കോ. എന്താ ഇത്? എന്താ നടക്കുന്നേ? ടോർച്ചർ ചെയ്യുന്നു.
അവൾ ഞാൻ സിസ്റ്റർ ആണെന്ന് പോലും കരുതുന്നില്ല. അവൾ കാരണം എനിക്ക് ഭയങ്കര തലവേദനയാണ്. അവളെ കൊന്നുകളയാ സീനു. ഞാൻ അവളെ കൊല്ലും. അവൾ ഇനി എന്റെ ചേച്ചിയല്ല. എനിക്കിപ്പോൾ അവളോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ. എന്ത് സംഭവിച്ചാലും നീ എന്റെ കൂടെ വേണം. വാ. ഇവിടെ ഉള്ളവരെ അവൾ ഇങ്ങനെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. അവളിപ്പോൾ ശരിക്കും ഒരു വലിയ സാഡിസ്റ്റായി. എന്ത് വേണമെങ്കിലും ചെയ്യും. എന്നോട് സ്നേഹമുള്ളതുകൊണ്ട് നീ വന്നു, ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ആ സ്നേഹം കൊണ്ട് ഞാൻ നിന്നോട് ഇപ്പൊ പോകാൻ പറയുകയാണ്. പൊയ്ക്കോളൂ സീനു. മനസ്സിലുള്ള പേടി കൊണ്ട് എനിക്ക് പ്രേമം തന്നെ വേണ്ടെന്ന് തോന്നുവോ? ശരിക്കും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പൊയ്ക്കോളൂ. പോകൂ സീനു. ഹലോ, നിന്നോട് തന്നെ സംസാരിക്കുന്നത്. ഹലോ. നീ എന്റെ കൂടെ സംസാരിക്കുന്നോ? ആ, കുറച്ചു നേരം മുമ്പ് നിന്റെ പെരുമാറ്റം ശരിയായിരുന്നില്ലല്ലോ. ഒരുപാട് സന്തോഷമായിട്ട് നിങ്ങളെ സ്വർഗത്തിലിരിക്കുമ്പോ ഞാൻ ഇടയിൽ വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ടാ നിന്റെ അനിയത്തി നിന്നെ കുറിച്ച് തെറ്റായി പറഞ്ഞത്? ഒരുപാട് വിശ്വസിച്ച് തന്നെ പറ്റുള്ളൂ. അവളുടെ മനസ്സില് നിനക്ക് എന്താ വേണ്ടെന്ന് ശരിക്കും അറിയില്ല. അതുകൊണ്ടാണ് അവള് ചേച്ചിയുണ്ട്, അച്ഛനുണ്ട്, കൊച്ചച്ഛനുണ്ടെന്നൊക്കെ ചുമ്മാ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അവളുടെ കൂടെ ലൈഫ് ലോങ് എങ്ങനെ ഇരിക്കും നീ? അതൊരു മെന്റൽ കേസാണ്. അവളുടെ കൂടെ നീ എങ്ങനെയാ ലൈഫ് ലോങ് ഇരിക്കാന്നൊന്ന് ഡിസിഷൻ എടുത്തേ? ഒരു തവണ ശരിയെന്ന് പറയും, അടുത്ത തവണ വേണ്ടാന്നങ്ങ് പറയും. ഇത്രയും ഒരു മോശമായ മെന്റൽ കേസിന്റെ കൂടെ നീ എങ്ങനെയാ കണക്ട് ആയത് ഡാർലിംഗ്? നിനക്ക് ജീവിതത്തിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനൊന്നും ഇരിക്കാനേ പാടില്ല. നിന്റെ ലൈഫിന്റെ ഡ്രീം എങ്ങനെയാ സാക്ഷാത്കരിക്കാൻ പോകുന്നേ? നിന്നെ കണ്ടിട്ട് ഏത് പെണ്ണാ വേണ്ടാന്ന് പറയുന്നത്? നിന്റെ അഴകുള്ള കണ്ണുകൾ എന്തുമാത്രം സംസാരിക്കുന്നെന്നറിയോ?
ഓ അതാണോ സംഭവിച്ചത്? സാർ നിങ്ങൾ ഈ സമയത്ത് ഉം. ഈ കുട്ടി നിങ്ങളുടെ മോളാണോ? അതെ സാറേ. അത് ശരി. അവളാരെയോ കൊന്നു എന്ന് പറയുന്നു. എന്ത് കൊല ചെയ്തു? അങ്ങനെയൊന്നും ചെയ്യില്ല സാറേ. നിങ്ങൾ പറയുന്നത് സത്യമാണോ എന്ന് ചെക്ക് ചെയ്തളയാം. നിങ്ങൾ വരൂ, മോള് പോയി നോക്കാം. കം. സാറേ ഒന്ന് മനസ്സിലാക്ക് സാറേ. സാറിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സാറേ. എന്താ അത്? ഒരു 2 മിനിറ്റ് സമയം തരും സാറേ, അത് മതി. ഓക്കെ. നിങ്ങളുടെ മകള് പറഞ്ഞ സ്റ്റോറി അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ?